രണ്ട് വ്യത്യസ്ത ചാനലുകളിൽ ജോബിനെ സംബന്ധിച്ചുള്ള ഒരു ന്യൂസുകൾ കാണാൻ സാധിക്കുകയുണ്ടായി. അതിനകത്ത് മെയിനായിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒന്ന് ആരിഫ് മുഹമ്മദ് ഖാനും ഒന്ന് ഒരു ആപ്പ് ലീഡറും ഡൽഹി എന്നുള്ളതും. അതിനകത്ത് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിലുള്ള മറ്റൊരാൾ ആരിഫ് മുഹമ്മദ് ഖാൻ ന്യൂസ് 18-ആയിട്ടുള്ള സംസാരത്തിലും എല്ലാമാണ് കണ്ടത്. അതിനകത്ത് അവർ പറഞ്ഞത് ഒരു ജോബ് ക്രിയേഷൻ ഇന്ത്യയിൽ തന്നെയോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലോ ക്രിയേറ്റ് ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്നു അതിനകത്ത് രണ്ടുപേരും ഫെയിലിയറാണ്. എന്തുമാത്രം ലോക്കലൈസിനെ സപ്പോർട്ട് ചെയ്യുന്നു ജോബ് ക്രിയേഷന് വേണ്ടി. അത് കാരണമാണ് ഇങ്ങനെ മിക്ക പഠിച്ച വിദ്യാർത്ഥികളും ഉടനടി ഇന്ത്യ വിട്ടുപോയി പാർട്ട് ടൈമായിട്ടാണെങ്കിലും ജോലി ചെയ്ത് പഠിക്കുന്നതും, അല്ലെങ്കിൽ ജോലി അന്വേഷിച്ച് ഗൾഫ് മേഖലകളിൽ പോയി ഇത്രയും ദുരിതപൂർണമായ ഒരു ജീവിതം നയിക്കേണ്ടതും ഫാമിലിയൊക്കെ വിട്ട് അവർക്കും വിഷമമുണ്ട്. ഇവിടെയുള്ള ഫാമിലിക്കും വിഷമമാണ്. യാത്ര ചെയ്യുന്ന വേറൊരു സ്ഥലത്ത് പോയി യാത്ര ചെയ്യുന്ന ആർക്കാണെങ്കിലും ഒരു വിഷമമുള്ളതാണ്. കാരണം ഇവിടെ ഒരു ജോബ് ക്രിയേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നത്. കാരണം ഇന്ന് അൺഎംപ്ലോയ്മെൻറ്റിൽ ഹൈ ആണ് കേരളവും ഹരിയാന. പിന്നെ ഓവറോൾ ഇന്ത്യയിൽ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ക്വൈറ്റ് ഹൈ ആണ്. കാരണം പഠിച്ച ഗ്രാജുവേറ്റിന് പോലും നല്ലൊരു ജോലി ഇവിടെ ലഭിക്കുന്നില്ല. ഇപ്പം കേരളത്തിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ എറണാകുളത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികളെ ഇന്ന്, അതിന് മികച്ച വേറെ നല്ല നല്ല ജോലികൾ അല്ലെങ്കിൽ ഏതെങ്കിലും അവരുടേതായ പഠന മേഖലകൾക്കനുസരിച്ചുള്ള ഒരു ജോലി കണ്ടെത്തുക എന്നുള്ളത് ഇന്നും ഒരു ചലഞ്ചിങ് പാർട്ടാണ്. ഇത് കാരണം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഗവൺമെൻറ് ജോബ് ക്രിയേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും വേണമെന്ന് അപേക്ഷിക്കുകയാണ് ഗവൺമെൻറ്റിനോട്.